നമസ്കാരം. മോർണിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 20 ശനിയാഴ്ച, കന്നി 4. മലയാള കലാ സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമായിരുന്ന 2 വനിതകളുടെ സ്മരണ ദിനമാണിന്ന്. 6 പതിറ്റാണ്ടുകളായി മലയാള സിനിമയിൽ നിറഞ്ഞുനിന്ന അഭിനേത്രിയായിരുന്നു കവിയൂർ പൊന്നമ്മ. ഏറ്റവും കൂടുതൽ സിനിമകളിൽ അഭിനയിച്ച കലാകാരികളിൽ ഒരാൾ കൂടിയായ കവിയൂർ പൊന്നമ്മ എല്ലാ വേഷങ്ങളിലും മികവ് തെളിയിച്ചിരുന്നു. സംഗീതത്തിലും പ്രാവീണ്യമുണ്ടായിരുന്ന കവിയൂർ പൊന്നമ്മ അമ്മ വേഷങ്ങളിലൂടെ മലയാള മനസ്സ് കീഴടക്കിയ അഭിനേത്രിയാണ്. അർബുദബാധയെ തുടർന്ന് 2015 സെപ്റ്റംബർ 20 അകാലത്തിൽ വിട പറയുകയായിരുന്നു ഗായിക രാധിക തിലക്. ഒരുപാട് പാട്ടുകൾ സ്വന്തം പേരിലില്ലെങ്കിലും രാധിക പാടിയതൊന്നും പാഴാകാതെ മലയാള സിനിമയിലേക്ക്, മലയാള മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയായിരുന്നു. സംഗീത ലോകത്ത് രാധിക തിലക് എന്ന ഗായികയുടെ പേര് പ്രത്യേകമായി കൊത്തിവെച്ച ചില പാട്ടുകളുണ്ട്. മറ്റാര് പാടിയാലും തൃപ്തി വരാത്ത എണ്ണം പറഞ്ഞ പാട്ടുകളുടെ രാജകുമാരി എന്നാണ് രാധിക തിലക് അറിയപ്പെട്ടത്. ഇരുവർക്കും 24-ന്റെ സ്മരണാഞ്ജലി. വിശദമായ റിപ്പോർട്ടുകൾ. ആഗോള അയ്യപ്പ സംഗമം ഇന്ന് പമ്പാതീരത്ത് രാവിലെ 10:00 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. 3000 പ്രതിനിധികൾ സംഗമത്തിന്റെ ഭാഗമാകും. ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനം പ്രധാന ചർച്ചയാകും. ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി ചേരുന്നത്. നമ്മുടെ പ്രതിനിധികൾ MG പ്രതീഷും അവിടെയുണ്ട്. ആദ്യം ആർ ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. പല തരത്തിലുള്ള ലക്ഷ്യങ്ങൾ സർക്കാരിന് ഇതിന് പിന്നിലുണ്ട്. ഒപ്പം തന്നെ വിദേശ സ്പോൺസർഷിപ്പ്, അതിൻ്റെതായ ലക്ഷ്യങ്ങളുമുണ്ട്. ഒരുക്കങ്ങൾ എങ്ങനെയാണ്? ഇതിൻ്റെ ഒരു രാഷ്ട്രീയം ഇന്ന് എങ്ങനെ കാണപ്പെടും? ഗുഡ് മോർണിംഗ്. ആഗോള അയ്യപ്പ സംഗമത്തിന് പമ്പ മണപ്പുറം ഒരുങ്ങിക്കഴിഞ്ഞു. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കേരളത്തിൽ നിന്നും പുറത്തുനിന്നുമുള്ള ഏതാണ്ട് 3000 പ്രതിനിധികളാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുക്കുന്നത്. രാവിലെ 9:30 തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആരംഭിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി മറ്റ് ഭക്തരും ഈ സമയത്ത് ഇവിടേക്ക് വരുന്നുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു ഒരുക്കങ്ങളാണ് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള IT മന്ത്രി പളനിവേൽ ത്യാഗരാജൻ, ഒപ്പം തന്നെ അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് മന്ത്രി ശേഖർ ബാബു എന്നിവരാണ് പങ്കെടുക്കുന്ന പുറത്തു നിന്നുള്ള വ്യക്തികൾ. കർണാടകയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തെലങ്കാനയിൽ നിന്നും ഉള്ള ദേവസ്വം മന്ത്രിമാർക്കും മറ്റും ക്ഷണമുണ്ടായിരുന്നെങ്കിലും അവർ ഈ പങ്കെടുക്കുന്നില്ല. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചെങ്കിലും അവസാന നിമിഷം പിന്മാറി. എന്തായാലും ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പുറത്തു നിന്നുള്ള ഒരു സ്പോൺസർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ തേടുക എന്ന് തന്നെയാണ്. ഇതിനായി 3 പ്രത്യേക സെഷനുകൾ ഇവിടെ നടത്തുന്നുണ്ട്. ഒന്ന് ആർഷയത്താണ് വിവരങ്ങൾ നൽകുന്നത്. പമ്പാ തീരത്ത് നിന്ന് 3000 പ്രതിനിധികൾ സംഗമത്തിന്റെ ഭാഗമാകും. 3 സെഷനുകളിലായി ചർച്ചയുണ്ടാകും. വിവാദങ്ങൾക്കിടെ, വിമർശനങ്ങൾക്കിടെ ആഗോള അയ്യപ്പ സംഗമം ഇന്നാണ്. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടകൻ. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളൊക്കെ പ്രേക്ഷകർക്കറിയാം. വിവാദങ്ങളും വിമർശനങ്ങളും, പിന്നീട് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ചോദ്യവും സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ പച്ചക്കൊടിയും, സർക്കാരിന്റെ നീക്കത്തിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷമടക്കം ഉയർത്തിയ അതിരൂക്ഷമായ വിമർശനങ്ങളും, അതിനിടയിലൊക്കെ പ്രതിരോധം തീർത്ത് ഇപ്പോൾ അയ്യപ്പ സംഗമവുമായി സർക്കാർ മുന്നോട്ട് പോകാനുള്ള തീരുമാനം. അതിന്റെ ഭാഗമായി ഇന്ന് 10:30 അയ്യപ്പ സംഗമത്തിന് തുടക്കമാകാൻ പോവുകയാണ്. മുഖ്യമന്ത്രി ഇന്നലെ തന്നെ പമ്പയിലെത്തിയിട്ടുണ്ട്. വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പോലീസിന്റെ സുരക്ഷ, അത് സംബന്ധിച്ച കാര്യങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. 3 സെഷനുകളിലായി ചർച്ച നടക്കാൻ പോകുന്നു. ശബരിമലയുടെ സമഗ്ര വികസനത്തിൽ ഊന്നിക്കൊണ്ടുള്ള 3 പോയിന്റുകൾ കേന്ദ്രീകരിച്ചുള്ള 3 സെഷനുകളിലായുള്ള ചർച്ചകളാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ആർ ശ്രീജിത്ത് വിവരങ്ങളുമായി തുടരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ശ്രീതി, വിവാദങ്ങൾക്കിടെ, വിമർശനങ്ങൾക്കിടെ എത്രത്തോളം ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഈ പരിപാടിയുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതെന്ന് ശ്രദ്ധേയമാണ്. വിവരങ്ങൾ ശ്രീജിത്ത്. ആർ ശ്രീത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ എത്താം. ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. എല്ലാ ഒരുക്കങ്ങളും പമ്പാ തീരത്ത് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമം ഇന്ന് പമ്പാ തീരത്ത് നടക്കാൻ പോവുകയാണ്. 3000-ലധികം പ്രതിനിധികൾ, 3 സെഷനുകളിലായി ചർച്ചകൾ നടക്കാൻ പോകുന്നു. നേരത്തെ കർണാടകയിൽ നിന്നുള്ള പ്രതിനിധി എത്തും എന്നറിയിച്ചിരുന്നു. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ എത്തും എന്നറിയിച്ചിരുന്നു. പക്ഷേ അവരൊന്നും പങ്കെടുക്കുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാർ മാത്രമാണ് പങ്കെടുക്കുന്നത് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അയ്യപ്പ സംഗമത്തിനെത്തുന്ന പ്രതിനിധികൾക്ക് പ്രത്യേക ദർശനം ശബരിമലയിൽ ഒരുക്കുന്നുണ്ട്. അതും നേരത്തെ വലിയ രീതിയിൽ ചർച്ചയായതാണ്. MG പ്രതീഷ് കൂടി
വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രതീഷ്, നേരത്തെ ആർ ശ്രീജിത്തിലേക്ക് എത്തുന്നതിൽ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞോ പ്രതീഷ്? അർജിത്ത്, ആഗോള അയ്യപ്പ സംഗമത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. 6 മണിക്ക് തന്നെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ ഈ പ്രതിനിധികളെ പ്രധാന വേദിയുടെ ഉള്ളിലേക്ക് കടത്തിവിടും. ഇപ്പോൾ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാനുള്ള പ്രതിനിധികൾ പ്രധാന വേദിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ എത്തിയ പ്രതിനിധികളാണ്. ഈ നേരത്തെ തന്നെ ഈ ദേവസ്വം ബോർഡിന്റെ വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്ത ശേഷമാണ് ഈ പ്രതിനിധികളൊക്കെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത്. എവിടെ നിന്നാണ്? ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് ആലത്തൂർ താലൂക്കിൽ വരുന്നതാണ്. ഞാൻ നേരത്തെ രജിസ്റ്റർ ചെയ്തിരുന്നു. ഞാൻ 33 വർഷമായി. ഞാൻ 33 തവണയായിട്ട് ഞാൻ വരുന്നുണ്ട്. ഇവിടെ മാലിട്ട് ഗുരുസ്വാമിയായിട്ട് വരുന്നുണ്ട്. എല്ലാ വർഷവും മുടക്കം വന്നിട്ടില്ല. അതുവരെ അടുപ്പിച്ച് വന്നുകൊണ്ടാണ് എന്നെ സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടക്കുകയാണ്. എന്താ ഈ പരിപാടിയെക്കുറിച്ച് പറയാം? ഇത് നല്ലതാണ്. അയ്യപ്പന്മാരുടെ കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അറിഞ്ഞ് അതിനു വേണ്ട ഏർപ്പാടുകൾ ഉണ്ടാക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. 40 വർഷമായിട്ട് ഞാൻ ഗുരുസ്വാമിയാണ്. റെഗുലർ വരുന്നതാണ്. ഈ കൊറോണ കാലത്ത് മാത്രമേ വരാതിരുന്നിട്ടുള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഒത്തുഴപ്പും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇന്ന് മല ചവിട്ടിയിട്ടേ പോകുള്ളൂ? ഓൺലൈൻ മുഖാന്തരമാണ് അപേക്ഷിച്ചത്. മല ചവിട്ടിയിട്ട് പോകുള്ളൂ. റിജിത്ത്, അതാണ് ഇവരുടെ പ്രതികരണങ്ങൾ. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ ഇടുക്കിയിൽ നിന്നാണ്. അയ്യപ്പ ഭക്തനാണ്. ഇടുക്കി കുളമാവിലാണ് എൻ്റെ വീട്. അവിടെ അയ്യപ്പൻ്റെ ക്ഷേത്രമുണ്ട്. ഞാൻ ചെറുപ്പം തൊട്ട് ശബരിമല ദർശനം നടത്തുന്ന ആളാണ്. ഈ നേരത്തേക്ക് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് പല വിമർശനങ്ങളൊക്കെ പല സ്ഥലത്തേക്ക് വന്നല്ലോ. അപ്പോൾ എന്താ? നമ്മൾ കേരളത്തെ സംബന്ധിച്ച് ഏത് പ്രോഗ്രാം നടന്നാലും വിമർശനം ഉണ്ടാവുമല്ലോ. പക്ഷെ മാസ്റ്റർ പ്ലാൻ നടക്കുകയാണെങ്കിൽ ശബരിമലയിൽ വരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് കൂടുതൽ സൗകര്യങ്ങളുണ്ടാകും. പിൽഗ്രെയിം ടൂറിസം അത് വലിയൊരു പ്രതീക്ഷയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ശബരിമലയെ ബന്ധപ്പെട്ട് നിൽക്കുന്ന അനവധി കൊച്ചു കൊച്ചു ക്ഷേത്രങ്ങളുണ്ട്. ആ ക്ഷേത്രങ്ങളുമായിട്ട് കണക്ട് ചെയ്യുമ്പം അതിൻ്റെ ഐതിഹ്യവും ആ ക്ഷേത്രങ്ങളുടെ വികസനവും ആ പ്രദേശത്തുള്ള വികസനവും സാധ്യമാകുന്നതാണ്. ടൂറിസ്റ്റുകൾ ഒരു പ്രദേശത്ത് ചെല്ലുമ്പം, തീർത്ഥാടകർ ചെല്ലുമ്പോൾ ആ പ്രദേശത്തിന് വളർച്ചയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. അതിൻ്റെ തയ്യാറെടുപ്പുകൾക്കുള്ള അതിൻ്റെ പ്രപ്പോസലൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അത് സമർപ്പിക്കാം. പിന്നെ എന്തെങ്കിലും ചർച്ച ഉണ്ടെങ്കിൽ അതും ചെയ്യണമെന്നുണ്ട്. അറിയത്ത്, ഈ ആഗോള അയ്യപ്പ സംഗമം ശബരിമലയുടെ തന്നെ വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്നതാണ് ഇവിടെ എത്തുന്ന പ്രതിനിധികൾ ഉൾപ്പെടെ പറയുന്നത്. ഈ ഏകദേശം 6 മണിക്കാണ് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കുന്നത്. പക്ഷേ അതിന് മുന്നോടിയായി തന്നെ ഇതിൽ പങ്കെടുക്കാനുള്ള പ്രതിനിധികളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. എവിടെ നിന്ന്? തിരുവനന്തപുരത്ത് നേരത്തെ എത്തിയിരുന്നു? ഇന്നലെ. ഇങ്ങനെ ഈ ദേവസ്വം ബോർഡിന്റെ ഒരു പരിപാടിയെ കുറിച്ച് SMS വന്നു. പിന്നെ അയ്യപ്പനെ കാണാമല്ലോ എന്നുള്ള ഒരു ഇതിൽ കൊണ്ടുവന്നതാണ്. അതൊന്നുമില്ല. നേരത്തെ ബുക്ക് ചെയ്തിരുന്നു? ബുക്ക് ചെയ്തിരുന്നു. பாண்டிச்சேரியிலேருந்து வரேன் சார். நம்ம ஓகே சார். நம்ம ரெகுலராக சபரிமலை புக் பண்ணுறது, அதில் அந்த SMS வந்துச்சு போய் பண்ணோம். இங்கே சஜஷன் என்ன சொல்கிறாங்க, ஃப்யூச்சரில் என்ன பண்ணுறாங்கன்னு தெரிஞ்சுக்கிறதுக்காக வந்திருக்கேன். My name is Gurunath. I am from Chennai. I am keenly interested in 2 panel discussions which are going to happen. One on the master development plan and one on the crowd management readiness, which is very important for Shabarimala. So I am very keen to attend. റിജിത, ഈ പ്രതിനിധികളൊക്കെ തന്നെ പറയുന്നതാണ് ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട തങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കുവയ്ക്കാൻ കഴിയും. ഒപ്പം ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് ഈ അയ്യപ്പ ദർശനം നടത്താൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിനിധി സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നത് എന്നതാണ് ഇവരുടെ പ്രതികരണം. റിജിത്ത. MG പ്രതീഷാണ് അവിടുത്തെ വിവരങ്ങളുമായി ചേർന്നത്. ആർ ശ്രീജിത്ത് ഒരിക്കൽ കൂടി ചേരുകയാണ്. ശ്രീജിത്ത്, ഇതിൽ സർക്കാർ വലിയ പ്രതീക്ഷയാണ് അർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ വന്ന പ്രതിനിധികൾ പറയുന്നത് പോലെ ശബരിമല വികസനത്തിന് കോർപ്പറേറ്റ് സ്പോൺസർഷിപ്പ് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറുവശത്ത് പ്രതിപക്ഷത്തിൻ്റെതായ ബഹിഷ്കരണവും വിമർശനവും ഒക്കെ ഉണ്ടല്ലോ. 4 കിലോ സ്വർണം അടിച്ചു മാറ്റിയതിന്റെ പാപഭാരം മാറ്റാനാണ് ഈ സംഗമം എന്ന രീതിയിലൊക്കെ. അപ്പോൾ ഈ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്കിടെ ഏത് രീതിയിലാണ് ഇത് സർക്കാരിന്റെ ഒരു ഗുണഫലമായി അവതരിപ്പിക്കാൻ അവിടെ ഒരുങ്ങുന്നത്? ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചത് മുതൽ തന്നെ ഇതൊരു രാഷ്ട്രീയ വിവാദമായി മാറിയിരുന്നു. ശബരിമല യുവതീ പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതി വിധിയോടൊപ്പം നിന്ന ഒരു സമീപനമായിരുന്നു അന്നത്തെ LDF സർക്കാരും ദേവസ്വം ബോർഡ് സ്വീകരിച്ചത്. അങ്ങനെ യുവതീ പ്രവേശനത്തിന്റെ പാപഭാരം കഴുകിക്കളയുന്നതിന് വേണ്ടിയാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അടുക്കുമ്പോൾ ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നത് എന്നായിരുന്നു പ്രധാനപ്പെട്ട വിമർശനം. എന്തായാലും ഈ വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് UDF-ഉം ഒപ്പം തന്നെ BJP-യും ഈ അയ്യപ്പ സംഗമത്തോട് ഒരു ബഹിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ സമുദായ
സാമുദായിക സംഘടനകളായ പ്രബല സാമുദായിക സംഘടനകളായ NSSഉം SNDPയും പിന്തുണ പ്രഖ്യാപിച്ചതാണ് സർക്കാരിന് ആശ്വാസമായത്. ഇതോടൊപ്പം തന്നെ കോടതിയിൽ നിന്ന്, പ്രത്യേകിച്ചും ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും ഈ ആഗോള അയ്യപ്പ സംഗമം നടത്താം എന്ന തരത്തിലുള്ള ഒരു അനുകൂല വിധി ഉണ്ടായതും സർക്കാരിന് ഗുണകരമായി. എങ്കിലും ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ആകെ സ്വഭാവം എന്ന് പറയുന്നത് ഈ അയ്യപ്പ ഭക്തർക്ക് ശബരിമലയിൽ ഏർപ്പെടുത്തേണ്ട സൗകര്യങ്ങളെ സംബന്ധിച്ചും ഒപ്പം തന്നെ ഇവിടെ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും ഒരു അവബോധമുണ്ടാക്കുക, അത് പ്രത്യേകിച്ചും അതിനൊരു രാഷ്ട്രീയ ലക്ഷ്യം കൂടി ഉണ്ട് എന്ന കാര്യം വിസ്മരിക്കുക വയ്യ. എങ്കിലും അത്തരമൊരു അവബോധമുണ്ടാക്കുകയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ പ്രബല സമുദായ സംഘടനകളുടെ നേതാക്കന്മാരും ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇന്ന് SNDP യോഗത്തിൽ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പങ്കെടുക്കും. NSSന്റെ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്ക് ക്ഷണമുണ്ടെങ്കിലും അദ്ദേഹം വ്യക്തിപരമായ അസൗകര്യം മൂലം പങ്കെടുക്കുന്നില്ല. മറിച്ച് NSSന്റെ വൈസ് പ്രസിഡന്റ് N. സംഗീത് കുമാറാണ് NSSനെ പ്രതികരിച്ച് പങ്കെടുക്കുന്നത്. ബാക്കി മലയാള സമുദായം ഇന്നലെ തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. KPMSന്റെയും മറ്റും പ്രതിനിധികൾ പങ്കെടുക്കുന്നു. എന്തായാലും രാവിലെ 9:30 തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട പരിപാടികൾ ആരംഭിക്കും. നേരത്തെ പ്രതീഷ് സൂചിപ്പിച്ച പോലെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ടുള്ള പ്രതിനിധികൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. തമിഴ്നാട് മന്ത്രി ശേഖർ ബാബു ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പമ്പയിലെത്തി. അദ്ദേഹം ഇപ്പോൾ സന്നിധാനത്ത് ദർശനം നടത്താനായി പോയിരിക്കുകയാണ്. തമിഴ്നാട് IT മന്ത്രി പളനിവേൽ ത്യാഗരാജൻ അദ്ദേഹത്തിൻ്റെ അക്കോമഡേഷൻ കുമരകത്തായിരുന്നു. അദ്ദേഹവും രാവിലെ ഇവിടേക്ക് എത്തിച്ചേരും. ശ്രീതി, സ്ത്രീ പ്രവേശനത്തിൽ സർക്കാർ നേരത്തെ സ്വീകരിച്ച നിലപാട്, സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം, ശബരിമല പ്രക്ഷോഭകാലത്തെ കേസുകളുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച നിലപാട്, ഇതൊക്കെ ഉയർത്തിക്കൊണ്ടുള്ള വിമർശനമാണ്. സർക്കാരിൻ്റെ ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള വിമർശനമാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന്, സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. ഈ വിവാദങ്ങളുടെ ഒരു വളർച്ച നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി. അതിനൊക്കെ തക്കതായ മറുപടി നൽകി ഈ സംഗമവുമായി മുന്നോട്ട് പോകുന്നു എന്നൊരു ആത്മവിശ്വാസം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ ശ്രീത്? റിജിത്ത്, തീർച്ചയായിട്ടുമുണ്ട്. വിവാദങ്ങളെ മറികടക്കാൻ സർക്കാരിന് സഹായകമായത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പ്രബല സമുദായ സംഘടനകളായ NSSന്റെയും SNDPയുടെയും ഒരു പിന്തുണ വന്നു. അയ്യപ്പ സംഗമവുമായി സഹകരിക്കുമെന്ന കാര്യം ഈ രണ്ട് സമുദായ സംഘടനകളെയും നേതൃത്വം തുടക്കത്തിലെ പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും അനുകൂലമായ ഉത്തരവുകളും സഹായകമായി. എന്നാൽ ഇതിനിടയ്ക്കാണ് ശബരിമലയിൽ ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി അത് ഉരുക്കാൻ കൊണ്ടുപോയ സമയത്ത് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായത്. 4 കിലോഗ്രാം സ്വർണം കാണാനില്ല എന്ന തരത്തിലുള്ള കണ്ടെത്തലുകളും മറ്റും ഇതുമായി ബന്ധപ്പെട്ട് വന്നു. അത്തരമൊരു വിവാദ ഛായ കൂടി ഈ അയ്യപ്പ സംഗമത്തിനുണ്ട്. എങ്കിൽ പോലും ആ വിവാദങ്ങളെ മറികടന്നുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ, അതായത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകളുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് അയ്യപ്പ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിന് വേദിയാകുന്നത് പമ്പ മണപ്പുറം തന്നെയാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു വലിയ ഇനിഷ്യേറ്റീവായിട്ടാണ് ഈ സംഭവത്തെ കാണുന്നത്. അതിന് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. എങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് യുവതീ പ്രവേശന വിധിയിലടക്കം സ്വീകരിച്ച നിലപാടുകൾ തിരുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതൊക്കെ കഴുകിക്കളഞ്ഞുകൊണ്ട് ഒരു പുതിയ ശബരിമല വികസനത്തിൽ ഏറ്റവും അനുകൂലമായ സമീപനം എടുക്കുന്ന, മുൻകൈ എടുക്കുന്ന ഒരു ഗവൺമെൻറ്റായി പിണറായി ഗവൺമെൻറ്റിനെ മാറുന്നു. അത്തരമൊരു ചിത്രീകരണമാണ് അവതരിപ്പിക്കാൻ ഈ ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ശ്രമിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്ന് ശബരിമല മാസ്റ്റർ പ്ലാനാണ്. മറ്റൊന്ന് ഇവിടുത്തെ തിരക്കെങ്ങനെ നിയന്ത്രിക്കാമെന്നതിനെപ്പറ്റി വിദഗ്ധരടങ്ങുന്നവരുടെ ഒരു പാനൽ ഡിസ്കഷൻ ഉണ്ട്. മറ്റൊന്ന് സ്പിരിച്വൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് മറ്റു കേന്ദ്രങ്ങളെ ശബരിമലയുമായി എങ്ങനെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര പദ്ധതി തയ്യാറാക്കാം തുടങ്ങിയ ചർച്ചകളും നടക്കുന്നുണ്ട്. ഈ 3 ചർച്ചകൾക്കുമായിട്ട് 3 വേദികളാണ് തയ്യാറാക്കുന്നത്. പ്രധാന വേദിയിൽ ആണ് ഈ ഒരു ചർച്ച നടക്കുന്നത്. ഇതിന് തൊട്ടുപിറകിൽ മറ്റൊരു പന്തൽ കൂടി തയ്യാറാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്നവർക്ക് ഭക്ഷണവും മറ്റുമായി മറ്റൊരു പന്തൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുണ്ട്. അങ്ങനെ ഏതാണ്ട് 8 കോടിയോളം രൂപ ചെലവിട്ടാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഇപ്പോൾ നടത്തുന്നത്. ശരി, R. ശ്രീജിത്തും MG പ്രതീഷുമാണ് വിശദാംശങ്ങൾ നൽകിയത്. രജിസ്ട്രേഷന് ശേഷം ഇപ്പോൾ പ്രതിനിധികളെ അവിടെ പ്രവേശിപ്പിച്ചു തുടങ്ങിയെന്നുകൂടി MG പ്രതീഷ് അറിയിക്കുന്നുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിന് ബദലായി ഡൽഹിയിൽ ഹിന്ദു സംഘടനകളുടെ നേതൃത്വത്തിൽ ഇന്ന് അയ്യപ്പ സംഗമം സംഘടിപ്പിക്കും. ഡൽഹി RK പുരം അയ്യപ്പ ക്ഷേത്രത്തിൽ വൈകിട്ട് 5 മണിക്കാണ് പരിപാടി. ശബരിമല യുവതീ പ്രവേശന വിധിയിൽ വിയോജന വിധി എഴുതിയ സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര ചടങ്ങിൽ തിരി തെളിയിക്കും. ഡൽഹി ഉപമുഖ്യമന്ത്രി പർവേസ് സാഹിബ് സിംഗ് വർമ്മ, ബാൻസുരി സ്വരാജ് MP തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുക്കും. ഡൽഹി NSS, SNDP അടക്കമുള്ള സംഘടനകൾ സംയുക്തമായി നടത്തുന്ന പരിപാടിയിൽ 2500ഓളം പേർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. 2018 ശബരിമല പ്രക്ഷോഭത്തിൽ വിശ്വാസികൾക്കെതിരെ എടുത്ത വ്യാജ കേസുകൾ പിൻവലിക്കുക, ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ച് സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പരിപാടികൾ നടപ്പാക്കുക തുടങ്ങിയവയാണ് ബദൽ അയ്യപ്പ സംഗമത്തിന്റെ ആവശ്യങ്ങൾ.
സമൂഹ മാധ്യമങ്ങളിലെ അപകീർത്തികരമായ പരാമർശങ്ങൾക്കെതിരെ CPIM നേതാവ് KJ ഷൈൻ നൽകിയ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ അന്വേഷണം വ്യാപിപ്പിച്ച് പോലീസ്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനാണ് അന്വേഷണ ചുമതല. നിയമ നടപടിയുമായി ഏതറ്റം വരെയും പോകുമെന്ന് KJ ഷൈൻ 24-നോട് പറഞ്ഞു. കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നേതൃത്വം അറിയാതെ അതിൻ്റെ തൊട്ട് താഴെയുള്ള നേതാക്കൾ ഇങ്ങനെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഒരു സ്ത്രീയെ അധിക്ഷേപപരമായി പരാമർശം നടത്തുമെന്ന് വിചാരിക്കുന്നില്ല. അതിൻ്റെ നേതൃത്വം അറിഞ്ഞിട്ടുണ്ടാവും. അതും തീർച്ചയായിട്ടും ഒരു ഗൂഢാലോചനയും നടന്നിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആൻമരിയ സണ്ണിയാണ് ചേരുന്നത്. ആൻമരിയ, ഗുഡ് മോർണിംഗ്. ഏതറ്റം വരെയും ഈ കേസിന്റെ പിന്നാലെ പോകും? ഒപ്പം തന്നെ ഇതിന് പിന്നിൽ ഒരു കൃത്യമായ ഗൂഢാലോചനയുണ്ട് എന്നാണ് KJ ഷൈൻ ആരോപിക്കുന്നത്. ഒപ്പം തന്നെ ഇതൊരു സൈബർ ആക്രമണ പരാതിയാണ്. നിരവധി വെല്ലുവിളികൾ അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. ഏത് രീതിയിലായിരിക്കും അന്വേഷണം നടക്കുക? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഈ പരാതി നൽകിയതിന് പിന്നാലെ തനിക്കെതിരെ നടക്കുന്ന അപകീർത്തികരമായ പരാമർശങ്ങൾക്കെതിരെ KJ ഷൈൻ പരാതി നൽകിയതിന് പിന്നാലെ തന്നെ വീട്ടിലെത്തി മൊഴിയെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്ന പോലീസ് എന്തായാലും അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. അതിനകത്ത് എറണാകുളം റൂറലിലെയും സിറ്റിയിലെയും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ആ അന്വേഷണ സംഘത്തിലുണ്ടാക്കും. ഈ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്ററുകൾ, ഈ ചില ഓൺലൈൻ മീഡിയകളിൽ വന്നിരിക്കുന്ന വാർത്തകൾ, ഇതടക്കം പരിശോധിച്ചുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം നടക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ കൂടുതൽ അറസ്റ്റുകളിലേക്കും ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടുണ്ട്. ഇന്ന് തന്നെ എന്തായാലും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതിൽ ഈ രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയും അതിനൊരു തീ കൊളുത്തി വിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് അറസ്റ്റിലേക്ക് കടക്കുക എന്നുള്ള കാര്യവും അതിന്റെ അകത്ത് വരുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇന്നലെ ഈ പരാതി KJ ഷൈന് പിന്നാലെ തന്നെ സൈബർ ആക്രമണങ്ങളിൽ വീണ്ടും പരാതികളായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് ഷൈൻ ടീച്ചർക്ക് നൽകിയിരിക്കുന്ന ഈ സൈബർ ആക്രമണങ്ങളിൽ CPM MLA-മാരടക്കമുള്ള ആളുകളാണ് പരാതിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ PV ശ്രീനിധൻ MLA ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന് മുൻപിലുള്ള വെല്ലുവിളി ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു സൈബർ ആക്രമണം കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ കിടക്കുന്ന കൂടുതൽ തെളിവുകൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനകത്താണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വന്നിരിക്കുന്ന പോസ്റ്ററുകൾ, ഓൺലൈൻ മീഡിയകളിൽ വന്നിരിക്കുന്ന വാർത്തകൾ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളത്. ഇതിനടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും പോലീസ് അറസ്റ്റിലേക്ക് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഇതിനിടയിലാണ് ഇന്നലെ MV ഗോവിന്ദ് വാർത്താ സമ്മേളനത്തിന് MV ഗോവിന്ദൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്ന രാഷ്ട്രീയ ബോംബ് അല്ലെങ്കിൽ ഇനി ഒരു ബോംബ് വരുന്നുണ്ട്, അത് ഇതായിരിക്കും എന്ന്, അത് ഇതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇന്നലെ MV ഗോവിന്ദൻ കടന്നിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത്, പ്രാദേശിക തലത്തിൽ ഇന്നലെ കോൺഗ്രസ് നടത്തിയ വാർത്താ സമ്മേളനം അടക്കം അവർ പറഞ്ഞിരിക്കുന്നത് ഈ സൈബർ ആക്രമണങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ല എന്നുള്ള കാര്യമാണ് ഇന്നലെ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണം നടന്നു വരികയാണ്. അതിന്റെ കൂടെ തന്നെ രാഷ്ട്രീയ വിവാദങ്ങളും നടക്കുന്നുണ്ട്. ക്രിസ്റ്റീന. ശരി, ആൻമരിയ സണ്ണി കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. നിയമ നടപടിയുമായി മുന്നോട്ട് പോകും എന്നാണ് KJ ഷൈൻ്റെ നിലപാട്. വിവിധ പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് മുമ്പിലേക്ക്, സൈബർ പോലീസിന് മുമ്പിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അതിന്റെ അന്വേഷണം തുടരുകയാണ്. വിവാദങ്ങൾക്കിടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മണ്ഡലത്തിലെത്തിയേക്കും. പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് വൻ സുരക്ഷയാണ് പാലക്കാട് മണ്ഡലത്തിൽ പോലീസ് ഒരുക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഒരുപക്ഷെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ പ്രഖ്യാപിച്ച പ്രകാരമാണെങ്കിൽ BJP ഈ രാഹുലിന്റെ പരിപാടികൾക്കിടയിൽ വലിയ പ്രതിഷേധമുയർത്തും എന്നറിയിച്ചിട്ടുണ്ട്. DYFI പ്രതിഷേധമുയർത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുന്ന ഘട്ടത്തിൽ CPIM തടയാനില്ല എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കിയിരുന്നു. പ്രതിഷേധങ്ങളും പ്രതീക്ഷിക്കണമല്ലോ ശ്രീജിത്ത്? CPIM എന്തായാലും തടയാനില്ല എന്നൊരു നിലപാട് കൃത്യമായ രീതിയിൽ MV ഗോവിന്ദൻ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ DYFI പ്രവർത്തകർ പറയുന്നത് വലിയ പ്രതിഷേധം ഉണ്ടാകും തന്നെയാണ്. പാർട്ടി നേരിട്ട് അങ്ങനെ ഒരു സംവിധാനത്തേക്ക് തടയുക അല്ലെങ്കിൽ പ്രതിഷേധിക്കുക എന്ന തരത്തിലേക്ക് പോകില്ല എങ്കിലും DYFI പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ പങ്കെടുക്കുന്ന പരിപാടികളിലേക്കോ ഉണ്ടാകുമെന്ന് DYFI ജില്ലാ പ്രസിഡന്റ് R ജയദേവനും KC റിയാസുദ്ദീൻ DYFI ജില്ലാ സെക്രട്ടറിയും അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും BJP വലിയ രീതിയിലുള്ള പ്രതിഷേധം ആലോചിക്കുന്നുണ്ട്. അവരും ഇപ്പോൾ പറയുന്നത് ഈ പുരുഷന്മാരെ മുൻനിർത്തിയുള്ള ഒരു പ്രതിഷേധത്തിനപ്പുറത്തേക്ക് സ്ത്രീകളെ മുൻനിർത്തിയുള്ള വലിയൊരു പ്രതിഷേധം തരത്തിലേക്ക് തന്നെയാണ്. മണ്ഡലത്തിലെത്തുമ്പോൾ ആദ്യ 2 ദിവസം വലിയ പ്രതിഷേധം ഉണ്ടാകും. അത് പക്ഷേ ചില സാമുദായിക സംഘടനകളുടെ ഒക്കെ പരിപാടികളിലേക്ക് രാഹുൽ എത്തി അത് വഴിമാറുമ്പോൾ ആ പ്രതിഷേധം അങ്ങനെ തന്നെ തീരുമെന്നാണ് അവരും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോൾ എത്തുമെന്ന കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. അദ്ദേഹത്തെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഷാഫി അനുകൂലികൾ. എന്തായാലും DC നേതൃത്വത്തിന് കടുത്ത അതിർത്തി ഈ വിഷയത്തിൽ ഉണ്ട്. കോൺഗ്രസിന്റെ ഒരു പരിപാടി നാളെ പാലക്കാട് നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പരിപാടികളിൽ രാഹുലിനെ സജീവമാക്കാനായിരുന്നു
ഷാഫിയെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരെയും തീരുമാനം. പക്ഷേ ആ പരിപാടിയിലേക്ക് എന്തായാലും രാഹുലിനെ ക്ഷണിച്ചിട്ടില്ല. എന്തായാലും മണ്ഡലത്തിലേക്ക് രാഹുൽ വരികയാണ്. വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം, അത് ഈ സ്ത്രീകളെ മുൻനിർത്തിയുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് BJPയും DYFIയും പോകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി, ശ്രീജി ശ്രീകുമാരനാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാൾ കൂടി മരിച്ചതോടെ ആരോഗ്യവകുപ്പ് ആശങ്കയിൽ. തൃശൂർ ചാവക്കാട് സ്വദേശി റഹീമാണ് ഇന്നലെ മരിച്ചത്. ഇയാൾക്ക് എവിടെ നിന്നാണ് രോഗം സ്ഥിരീകരിച്ചതെന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. 10 പേരാണ് നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നത്. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന്. നിഖിൽ, ഈ രോഗം സ്ഥിരീകരിക്കുന്നവരുടെ എണ്ണം കൂടുന്നു, അതിനിടയിൽ മരണങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതൊക്കെ ആശങ്ക കൂട്ടുന്നതാണ്. ഇതിൻ്റെയൊക്കെ ഉറവിടം എവിടെയാണ് എന്നത് സംബന്ധിച്ച് അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. എന്താണ് ആരോഗ്യവകുപ്പ് ഒടുവിലായി അറിയിക്കുന്നത്? എത്രത്തോളം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്? പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് നിഖിൽ പ്രമേഷ്? ഗുഡ് മോർണിംഗ് TK ക്രിസ്റ്റിന. ഈ മലബാറിലെ സാഹചര്യം, അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട സാഹചര്യം ഓരോ ദിവസം കഴിയുന്തോറും അല്പം ആശങ്കയുണ്ടാക്കുന്നതാണ്. ഇന്നലെ ഏറ്റവും ഒടുവിൽ തൃശൂർ ചാവക്കാട് സ്വദേശിയുടെ മരണം ആരോഗ്യവകുപ്പിനെ ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ഇയാള് കഴിഞ്ഞ ദിവസമാണ്, അതായത് ബുധനാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നത്. അതിനു മുൻപ് ബീച്ച് ആശുപത്രിയിലായിരുന്നു. ഇദ്ദേഹം അബോധാവസ്ഥയിലാണ് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ എത്തുന്നത്. ഇദ്ദേഹത്തിന് ഈ രോഗം ബാധിച്ചിരുന്നു എന്നുള്ള കാര്യം വളരെ വൈകിയാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഒരു പരിശോധന നടത്തിയപ്പോൾ, അതായത് ഈ രോഗസാധ്യതയുള്ള പശ്ചാത്തലത്തിൽ ഒരു പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹത്തിന് അമീബിക് മസ്തിഷ്ക ജ്വരം പോസിറ്റീവായിരുന്നു. ഇതേ തുടർന്നാണ് വളരെ പെട്ടെന്ന്, ഇതോ അബോധാവസ്ഥയിലായിരുന്നു, വളരെ വേഗത്തിൽ മരണം സംഭവിക്കുകയായിരുന്നു. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ രോഗം ബാധിച്ച് 10 പേരാണ് ചികിത്സയിലുള്ളത്. കഴിഞ്ഞ 2 മാസത്തിനിടെ 7 പേരുടെ മരണവും സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഒടുവിൽ മരിച്ച ആൾക്ക് എവിടെ നിന്നാണ് ഈ രോഗം പടർന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്നും, അദ്ദേഹത്തിന്റെ ഉറവിടമൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് മരിച്ച റഹീം എന്നുള്ളതാണ്. 59കാരനായിട്ടുള്ള റഹീം എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വിശദീകരിക്കുന്നത്. എന്തായാലും കോഴിക്കോട് ജില്ലയിലും സമീപ ജില്ലകളിലും ഈ രോഗം പടരുന്ന സാഹചര്യത്തിൽ കുളങ്ങളും പൂളുകളും ഒക്കെ ക്ലോറിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ഡിവൈഎഫ്ഐയുടെ അടക്കം നേതൃത്വത്തിൽ ഈ പൂളുകളൊക്കെ ക്ലോറിനേറ്റ് ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. ആളുകൾ ജാഗ്രത പാലിക്കണം. ഇത്തരത്തിൽ കാലങ്ങളായി പരിപാലിക്കപ്പെടാത്ത പൂളുകളിലോ കുളങ്ങളിലോ മറ്റോ ഇറങ്ങി കുളിക്കരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ ആരോഗ്യവകുപ്പ് കർശനമായി തന്നെ നൽകുന്നുണ്ട്. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു കുട്ടി ആശുപത്രി വിടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. രോഗം ഭേദമായതിനെ തുടർന്ന് അത്തരത്തിലുള്ള ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ ഒരു ഭാഗത്ത് സംഭവിക്കുമ്പോഴും കൂടുതൽ ആളുകൾ ഓരോ ദിവസങ്ങളിലായി രോഗബാധിതരായി വരുന്നു എന്നുള്ളത് ആശങ്ക ജനിപ്പിക്കുന്ന കാര്യവുമാണ്. ശ്രീജിത്ത്, കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. H-1B വിസയ്ക്ക് അപേക്ഷാ ഫീസ് $1 ലക്ഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പുവച്ചു. ഗോൾഡ് കാർഡ് ഇമിഗ്രേഷൻ പദ്ധതിയും പ്രഖ്യാപിച്ചു. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ ഉത്തരവ്. മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നത്. മധു, ഗുഡ് ഈവനിങ്. ഇന്ത്യക്കാർ ഏറ്റവും അധികം ആശ്രയിക്കുന്ന വിസയാണ് ഈ H-1B എന്ന് പറയുന്നത്. അത് ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ളതാണെന്ന് തന്നെ ഒരു പറച്ചിലുണ്ടല്ലോ. ഈ 88 ലക്ഷം രൂപയൊക്കെ മുടക്കി H-1B വിസ എടുക്കുക, അതും ഈ 3 വർഷം വീണ്ടും പുതുക്കുകയൊക്കെ വേണം. എത്രത്തോളം നിരാശയാണ് ഇന്ത്യക്കാർക്ക് ഇത് സമ്മാനിക്കുന്നത്? മറ്റ് കുടിയേറ്റ നിയന്ത്രണ പദ്ധതികൾ എന്തൊക്കെയാണ് ട്രംപ് കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പോൾ? ഗുഡ് മോർണിംഗ് റീജിത്ത്, ക്രിസ്റ്റീന. അമേരിക്കയിലേക്ക് സ്കിൽഡ് വർക്കേഴ്സ് ധാരാളം വരുന്ന ഇന്ത്യൻ IT മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകും ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ഈ പുതിയ നീക്കം. H-1B വിസയ്ക്ക് $1 ലക്ഷം ഫീസായി വർദ്ധിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അല്പം മണിക്കൂറുകൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു. രാജ്യത്തേക്ക് വരുന്ന ഈ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള ട്രംപ് സർക്കാരിന്റെ നീക്കത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇത്. ഈ H-1B സാധാരണ നിലയ്ക്ക് 3 വർഷത്തേക്കും പിന്നീട് അതൊരു 3 വർഷത്തേക്ക് കൂടി എക്സ്റ്റെൻഡ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വർക്ക് വിസയാണ്. അമേരിക്കയിലുള്ളതും കമ്പനികളുമായിട്ടൊക്കെ ചർച്ചകളൊക്കെ നടത്തിയതിന് ശേഷമാണ് ഈ പുതിയ ഫീസും അതുപോലെ ഇത് സംബന്ധിച്ചുള്ള മറ്റുള്ള റിക്വയർമെന്റ്സും ഒക്കെ നിശ്ചയിച്ചതെന്നാണ് അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. H-1B പ്രോഗ്രാം പ്രതിവർഷം 65,000 വിസകളാണ് അനുവദിക്കുന്നത്. ഇത് കൂടാതെ ഉന്നത ബിരുദമുള്ള തൊഴിലാളികൾക്ക് ഏതാണ്ട് 20,000-ഓളം വിസകളും നൽകുന്നുണ്ട്. കുറഞ്ഞ വേതനത്തിൽ അമേരിക്കയിൽ തൊഴിലുകൾ നഷ്ടപ്പെടുന്നുവെന്നാണ് ഈ H-1B
പ്രോഗ്രാമിനെ എതിർക്കുന്ന വിമർശകർ കാലാകാലമായി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എലോൺ മസ്കിനെ പോലെയുള്ളവർ പറയുന്നത് H-1B വിസ കൂടുതൽ കഴിവുള്ള വർക്കേഴ്സിനെ അമേരിക്കയിലേക്ക് എത്തിക്കുവാനുള്ള ഒരു നല്ല പ്രോഗ്രാമായിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. H-1B പ്രോഗ്രാമിലൂടെ ലഭിക്കുന്ന ജോലികളിൽ ഏകദേശം 2/3 ഭാഗവും കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ടതാണ്. ഇത് കൂടാതെ എഞ്ചിനീയർമാർ, അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകരെ ഒക്കെ കൊണ്ടുവരാൻ തൊഴിലുടമകൾ H-1B സാധാരണ നിലയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. ഇതുകൂടാതെ മറ്റൊരു പ്രഖ്യാപനവും വൈറ്റ് ഹൗസിൽ നിന്ന് വന്നിട്ടുണ്ട്. ഗോൾഡ് കാർഡ് ഇമിഗ്രേഷൻ പദ്ധതി ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. $10 ലക്ഷം ഫീസ് നൽകുന്ന വിദേശീയരുടെ വിസകൾ ഈ നയത്തിലൂടെ വേഗത്തിലാക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ H-1Bയുടെ പുതിയ നിയന്ത്രണം സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ വരും ബുള്ളറ്റിനുകൾ നമുക്ക് നൽകാൻ സാധിക്കും. കാര്യം ഇത് നിയമവിദഗ്ധരുമൊക്കെ ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ അവരുടെ തൊഴിലാളികൾക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ H-1B വിസ സ്റ്റാറ്റസിലുള്ളവർ ഒരു പക്ഷേ ഈ $1 ലക്ഷം ഫീസ് അടയ്ക്കാതെ അവർക്ക് ഒരുപക്ഷെ അമേരിക്കയിലേക്കുള്ള തിരിച്ചു മടങ്ങി വരവിനെ അത് ബാധിച്ചേക്കുവാനുള്ള സാധ്യത വിലയിരുത്തപ്പെടുന്നുണ്ട്. കൃഷ്ണ റീജിത്ത്. മധു, ഒരു വശത്തെ H-1B വിസയുടെ ഫീസ് ഉയർത്തുന്നു. അത് 88 ലക്ഷത്തിലേറെ ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ ഈ ഡോളറിന്റെ നിരക്ക് കണക്കാക്കുമ്പോൾ. ഗോൾഡ് കാർഡ് വിസ അതും ഒരു വലിയ ഉയർന്ന പട്ടികയാണ്. എത്ര പേർക്ക് അത് അഫോർഡ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്കറിയില്ല. വിദ്യാർത്ഥി വിസയുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. മാധ്യമപ്രവർത്തകരുടെ വിസയിൽ നിയന്ത്രണം 249 ദിവസമായുള്ള ചുരുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. അങ്ങനെ മൊത്തത്തിൽ ഈ കുടിയേറ്റ നിയന്ത്രണം ത്തിനുള്ള നടപടികൾ തുടങ്ങുന്നു. ഇതൊക്കെ എന്ന് പ്രാബല്യത്തിലാകും? മധു പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ വിസയ്ക്ക് അപേക്ഷിച്ച് ഫീസ് അടച്ചിരിക്കുന്നവർക്ക് ഇത് ബാധകമാകുമോ? എന്നു മുതൽ ഇത് പ്രാബല്യത്തിലാകും? ക്രിസ്റ്റിന, ഇത് സംബന്ധിച്ച് ഇന്ന് ഉച്ച കഴിഞ്ഞപ്പോൾ മുതലേ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. റോയിട്ടേഴ്സ് പോലുള്ള മുഖ്യധാര പത്രങ്ങളിൽ വന്ന വാർത്തകൾ സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വൈറ്റ് ഹൗസിന്റെ വെബ്സൈറ്റിൽ പോയാൽ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക രേഖ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് പ്രൊക്ലമേഷൻ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. അതായത് എക്സിക്യൂട്ടീവ് ഓർഡറും അല്ല. അതുകൊണ്ട് തന്നെ ഇത് നിയമപരമായിട്ട് ചലഞ്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇതൊരു നിയമമായിട്ട് വരുവാനുള്ള സാധ്യത ഉണ്ടാകാൻ ഇല്ല, അല്ലെങ്കിൽ അത് അത്ര സീരിയസ് അല്ല എന്നുള്ള രീതിയിലാണ് നമുക്ക് ലഭിക്കുന്ന ഇത് സംബന്ധിച്ചുള്ള ലീഗൽ ഒപ്പീനിയൻ. കൃഷ്ണ. ഓക്കെ, H-1B വിസ ഫീസ് $1 ലക്ഷം ഉയർത്തി ഇന്ത്യക്കാർക്ക് തിരിച്ചടിയാകും. ഒപ്പം തന്നെ ഏറ്റവും അധികം H-1B വിസക്കാരെ ജോലിയിലെടുക്കുന്ന ടെക് മേഖലയ്ക്കും വലിയ തിരിച്ചടിയാകും. നിരവധി ഇന്ത്യൻ IT കമ്പനികളും ആ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഇത് പ്രാബല്യത്തിലായാൽ ഇന്ത്യക്ക് അതൊരു തിരിച്ചടിയായേക്കുമെന്ന റിപ്പോർട്ടാണ് മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് നൽകുന്നത്. വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ഇന്ന് നടക്കും. രാവിലെ 11 മണിക്ക് നിയമസഭാ കോംപ്ലക്സിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലാണ് യോഗം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് SIR പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യോഗം വിളിച്ചിരിക്കുന്നത്. SIRൽ എതിർപ്പുണ്ടെങ്കിലും CPIM യോഗത്തിൽ പങ്കെടുക്കും. എന്നാൽ കോൺഗ്രസ് ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്താനാണ് സാധ്യത. 2002 പട്ടിക അടിസ്ഥാനമാക്കുമ്പോഴും 2025 പട്ടികയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വോട്ടവകാശം വേണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയോടെ BJPക്ക് പൂർണ്ണ പിന്തുണയുണ്ട്. പ്രത്യേക വോട്ടർ പട്ടിക പരിശോധനയെക്കുറിച്ച് വലിയ വിമർശനം രാജ്യവ്യാപകമായി ഉയരുന്ന പശ്ചാത്തലത്തിലാണ് കേരളത്തിലും SIR നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. ആഗോള അയ്യപ്പ സംഗമം ഇന്ന് പമ്പാ തീരത്ത് നടക്കുകയാണ്. രാവിലെ 10:00 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. 3000 പ്രതിനിധികൾ സംഗമത്തിന്റെ ഭാഗമാകും. ശബരിമലയുടെ അടിസ്ഥാന സൗകര്യ വികസനം പ്രധാന ചർച്ചയാകും. മാസപൂജയ്ക്ക് വരുന്ന ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടുമുണ്ടാകാത്ത തരത്തിലാണ് അയ്യപ്പ സംഗമത്തിനുള്ള ക്രമീകരണങ്ങളെന്ന് IG ശ്യാം സുന്ദർ 24നോട് പറഞ്ഞു. AV ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമത്തിന് എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി. അവിടെ ഏറ്റവും നിർണായകം പോലീസ് ഫോഴ്സ് തന്നെയാണ്. പോലീസിന്റെ സുരക്ഷ, പോലീസ് ഒരുക്കുന്ന ക്രമീകരണങ്ങൾ, അതുതന്നെയാണ് ഈ പരിപാടി വിജയിപ്പിക്കുക. അത്രമാത്രം സുരക്ഷ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും റേഞ്ച് IG ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ നമ്മോടൊപ്പം ഉണ്ട്. സാർ, എങ്ങനെയൊക്കെയാണ് സുരക്ഷാ ക്രമീകരണം? മാസപൂജയ്ക്ക് വരുന്ന ഭക്തജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. മാസപൂജയ്ക്ക് ഉള്ള ഡിപ്ലോയ്മെൻറ്റിനേക്കാൾ അധികം ഫോഴ്സാണ് ഇതിനു വേണ്ടി ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത്. സ്ഥലത്ത് ഇത് നിരീക്ഷിക്കാൻ വേണ്ടി നമ്മളുടെ റേഞ്ച് DIG ശ്രീമതി അജിത ബിഗവും അതുപോലെ തന്നെ പത്തനംതിട്ട SP ശ്രീ ആനന്ദും സ്ഥലത്തുണ്ട്. അവർ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ ക്യാമ്പ് ചെയ്ത് വളരെ നല്ല രീതിയിൽ ഈ ഡിപ്ലോയ്മെൻറ്റ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ ഭംഗിയോടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇത് കടന്നു പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മാഡം, എത്ര ഫോഴ്സ് എത്ര ആളുകളെ ഇവിടെ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്? എന്തൊക്കെയാണ് സുരക്ഷാ ക്രമീകരണം? ഓൾമോസ്റ്റ് 10 കമ്പനിയോളം ആളുകൾ ഇവിടെ ഉണ്ട്. മാസപൂജ ഒരുക്കം കഴിഞ്ഞിട്ട് കൂടാതെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ടും എക്സ്ട്രാ ഡിപ്ലോയ്മെന്റ്. 1000-ഓളം പോലീസുകാരുണ്ടോ? അതെ.
അപ്പം തന്നെ മറ്റു തരത്തിലുള്ള ചെക്കിംഗ് ഉൾപ്പെടെ നാളെ ഇന്ന് ഒക്കെ കർശനമായിരിക്കും. എല്ലാ ചെക്കിംഗ് പറഞ്ഞാൽ ഡെലിഗേറ്റ്സിന് വേണ്ടിയിട്ട് ഇവർ പാസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പാസുകൾ ചെക്ക് ചെയ്താണ് നമ്മൾ ഈ കോൺഫറൻസ് പ്ലേസിലേക്ക് ആൾക്കാർ കയറ്റുന്നത്. കൂടാതെ ജനറലായിട്ട് ഈ സുരക്ഷയുമായിട്ട് സംബന്ധിച്ച എല്ലാ ചെക്കിങ്ങും ഉണ്ടാവും. CM സാറും ഉണ്ട്, VIP സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടുള്ള ചെക്കിങ്ങും ഉണ്ടാവും. ഇതിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന പരിപാടിയാണ്. ജില്ലയിൽ വലിയ സുരക്ഷ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ആ സമയത്ത് ജില്ലാ പോലീസ് മേധാവിയെ നമുക്ക് മാറ്റി നിർത്താനാകില്ല. സാറാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ എല്ലാ സുരക്ഷയും ഒരുക്കുന്നത്. നമ്മൾ കോൺഫിഡൻ്റ് ആണോ? അതെ, പോലീസ് റെഡിയാണ്. നമ്മൾ വരുന്ന ഭക്തർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കൊണ്ടുപോകുന്ന രീതിയിൽ ബന്ദോബസ്ത് അറേഞ്ച്മെൻറ്റ്സാണ് പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ റെഡിയാണ്. എല്ലാ സഹായങ്ങളും ഇവിടെ ചെയ്യും. എന്തായാലും ജില്ലാ പോലീസ് ഇക്കാര്യത്തിൽ എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. നാളെ എത്തുന്ന ഭക്തർക്ക് സുഖമായി ദർശനം നടത്താനാകും. ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഈ പരിപാടി വിജയകരമായി ഒരു സുരക്ഷാ വീഴ്ചയില്ലാതെ പൂർത്തിയാക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം AV ജയശങ്കർ, 24 പത്തനംതിട്ട. വിവാദങ്ങൾക്കിടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് വികസന സംവാദ സദസ്സ് ഇന്ന് നടക്കും. തൃശൂർ ജില്ലയിലെ മണലൂർ, ഏങ്ങണ്ടിയൂർ, ഗുരുവായൂർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലാണ് കലുങ്ക് സംവാദ സദസ്സുകൾ നടക്കുക. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, നേരത്തെ ഈ സംവാദ സദസ്സുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിമർശനങ്ങൾ, വിവാദങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനിടയിൽ ഇന്ന് നടക്കാൻ പോകുന്ന പരിപാടികൾ ഏത് തരത്തിലാണ്? പാർട്ടിക്കകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിയെ അനുകൂലിച്ചും എതിർത്തുമൊക്കെയുള്ള ചർച്ചകൾ കോർ കമ്മിറ്റിയിലൊക്കെ ഉണ്ടായതാണ്. ഇന്നത്തെ പരിപാടികൾ എങ്ങനെയാണ് സൂരജ്? TK, സുരേഷ് ഗോപിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ അനുകൂലിച്ചും പ്രതികൂലിച്ചും കൂടുതൽ ആളുകൾ എത്തുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഇന്ന് ഈ കലിങ്ക് പരിപാടി വീണ്ടും തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്ന. ഇന്ന് 3 ഇടങ്ങളിലാണ് പ്രധാനമായും ഈ കലിങ്ക് സൗഹൃദ സംവാദമുള്ളത്. ആദ്യ പരിപാടി നടക്കുന്നത് മണലൂരിലാണ്. അതിന് പിന്നാലെ ഗുരുവായൂർ അടക്കമുള്ള സ്ഥലങ്ങളിലും ഇന്ന് കലിങ്ക് സൗഹൃദ സംവാദ പരിപാടി നടക്കുകയും ചെയ്യും. എന്തായാലും സുരേഷ് ഗോപിക്കെതിരെ ഈ സൗഹാർദ്ദ വേദികളിൽ വലിയ തരത്തിലുള്ള വിമർശനം ഉയരുന്നു. പക്ഷെ അത് സംരക്ഷിക്കുന്നതിൽ പാർട്ടി പിന്നോട്ട് പോകുന്ന തരത്തിലാണ് ഒരു വിഭാഗം നേതാക്കൾ വലിയ വിമർശനം ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിയെ സംരക്ഷിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളും ശക്തമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ നടന്ന കലിങ്ക് പരിപാടികൾ വിവാദത്തിലേക്ക് പോയിരുന്നു. അതിൽ ഒരു വയോധികൻ നിവേദനമായി എത്തിയപ്പോൾ നിവേദനം നിരസിച്ചതും, അതോടൊപ്പം തന്നെ കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപക ഈ ബാങ്കിലെ ലോണിനെ കുറിച്ച്, താൻ അടച്ച നിക്ഷേപത്തെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി അതിന് നൽകിയ മറുപടിയും എല്ലാം വിവാദത്തിലേക്ക് പോയിരുന്നു. ഇതിന് പിന്നാലെ നടക്കുന്ന പരിപാടിയും കോൺഗ്രസും BJPയും ആകട്ടെ ഏറെ ശ്രദ്ധാപൂർവമാണ് നിരീക്ഷിക്കുന്നത്. TK, തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ നടൻ വിജയുടെ സംസ്ഥാന പര്യടനം തുടരുന്നു. തഞ്ചാവൂർ, നാഗപട്ടണം ജില്ലകളിലാണ് വിജയ് ഇന്ന് എത്തുക. രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന യാത്രകൾക്കും റാലികൾക്കും പ്രത്യേക നിയമം ഉണ്ടാക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വൻ ജനപങ്കാളിത്തത്തോടെ വിജയ് ആരംഭിച്ച സംസ്ഥാന പര്യടനം തമിഴക രാഷ്ട്രീയത്തിൽ സജീവ ചർച്ചയായിട്ടുണ്ട്. യാത്രയിൽ വിജയ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മുഖ്യമന്ത്രി MK സ്റ്റാലിന് മറുപടി പറയേണ്ടി വന്നു. ഇത് തങ്ങളുടെ നേട്ടമായി TVK കാണുന്നു. വിജയെ കാണാൻ ഒഴുകിയെത്തിയ ജനം DMK-യുടെയും AADMK-യുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിച്ചിട്ടുണ്ട്. ഇന്ന് തഞ്ചാവൂരും നാഗപട്ടണവുമാണ് വിജയ് സന്ദർശിക്കുക. തിരക്കുമൂലം കഴിഞ്ഞയാഴ്ചയിൽ വിജയ് പ്രസംഗ സ്ഥലങ്ങളിലെത്താൻ വൈകിയിരുന്നു. ഇതൊഴിവാക്കാൻ ചില ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനിടെ രാഷ്ട്രീയ പാർട്ടികളുടെ സംസ്ഥാന യാത്രകൾക്കും റാലികൾക്കും പ്രത്യേക നിയമമുണ്ടാക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രായമായവരും ഗർഭിണികളും കുട്ടികളുമടക്കം ഇത്തരം പരിപാടികൾക്ക് എത്താറുണ്ട്. നേതാക്കൾ അവർക്ക് സുരക്ഷയൊരുക്കുന്നതിൽ മുൻകൈയെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. 24 ചെന്നൈ. 2 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുള്ള രാജ്യത്തെ ആദ്യ നഗരമാകാൻ ഒരുങ്ങുകയാണ് മുംബൈ. നവി മുംബൈയിലെ പുതിയ വിമാനത്താവളം ഈ മാസം അവസാനം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തേക്കും. ഉദ്ഘാടനം അടുത്തിട്ടും അപ്രോച്ച് റോഡിന്റെ അടക്കം പണി തീർന്നിട്ടില്ല. മുംബൈയുടെ പുതിയ കവാടം തുറക്കാൻ പോകുന്നു. നവി മുംബൈയിലെ ഉൾവേ കുന്നുകൾ ഇടിച്ചു നിരത്തി 1100 ഹെക്ടറിൽ വിശാലമായ വിമാനത്താവളം, താമര രൂപത്തിലുള്ള ടെർമിനൽ കെട്ടിടം, ലാൻഡിങ്ങും ടേക്ക് ഓഫും ഒരേ സമയം സാധിക്കുന്ന 2 റൺവേകളാണ് തയ്യാറായത്. 20 ദശലക്ഷത്തിലധികം യാത്രക്കാർക്ക് വർഷം സേവനം നൽകാനാകും ഈ മെഗാ വിമാനത്താവളത്തിന്. മുംബൈ പൂനെ എക്സ്പ്രസ് ഹൈവേ, നവി മുംബൈയിലെ മെട്രോ റെയിൽ, രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽ പാലമായ അടൽ സേതു, അങ്ങനെ ഈ വിമാനത്താവളത്തിലേക്ക് എത്താനുള്ള ഗതാഗത സംവിധാനങ്ങളൊക്കെ ശക്തമാണ്. തൊട്ടടുത്തു തന്നെയാണ് നവശേവ തുറമുഖം.
വർഷം ഏതാണ്ട് 10 ലക്ഷം ടണ്ണിലധികം ചരക്ക് കൈകാര്യം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഈ വിമാനത്താവളത്തിൽ ഉണ്ടാകും. 1997 നവി മുംബൈ വിമാനത്താവളത്തെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങുന്നത്. 2017 GVK ഗ്രൂപ്പ് നിർമ്മാണ കരാർ ഏറ്റെടുത്തു. അടുത്ത വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തറക്കല്ലിട്ടു. 3 വർഷത്തിനപ്പുറം പദ്ധതി അദാനിയുടെ കൈകളിലെത്തി. ഭൂമി ഏറ്റെടുക്കലും പരിസ്ഥിതി പ്രശ്നങ്ങളും മുതൽ കോവിഡ് കാലം വരെ നിർമ്മാണം വൈകിപ്പിച്ചു. 2 നദികൾ വഴിതിരിച്ചുവിട്ടു. ഏക്കറുകണക്കിന് കണ്ടൽക്കാടുകൾ മാറ്റി നടേണ്ടി വന്നു. ഒടുവിൽ പദ്ധതി യാഥാർത്ഥ്യമാവുകയാണ്. അപ്രോച്ച് റോഡിന്റെയും ടെർമിനലിന്റെയും അടക്കം നിർമ്മാണ ജോലികൾ പലതും ഇനിയും പൂർത്തിയാകാനുണ്ട്. അത് വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് തൊഴിലാളികൾ. ഈ വർഷം തന്നെ ആഭ്യന്തര സർവീസും അടുത്ത വർഷം മുതൽ അന്താരാഷ്ട്ര സർവീസുകളും നവി മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് തുടങ്ങും. നവി മുംബൈ വിമാനത്താവള പരിസരത്ത് നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. അവശ്യ കലാകാരന്മാർക്ക് കലാസംഘടനകൾ ആശ്രയമാകണമെന്ന് ശ്രീഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ. പ്രൊഫഷണൽ പ്രോഗ്രാം ഏജന്റ്സ് ഫെഡറേഷൻ 18ാമത് സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗോകുലം ഗോപാലൻ. വെള്ളി വെളിച്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സിനിമാ താരങ്ങളല്ല, വേദിയിൽ വിയർത്തു കുളിച്ചു നിൽക്കുന്ന നടന്മാരാണ് യഥാർത്ഥ കലാകാരന്മാരെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു. കിളിമാനൂർ പഴയ കുന്നുമേൽ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടിയിൽ OS അംബിക MLA അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പ്രദീപ് വൈശാലി സ്വാഗതം പറഞ്ഞു. ദുരാരോപണങ്ങളിൽ നിന്നും ഊഹാപോഹങ്ങളിൽ നിന്നും എല്ലാവരും വിട്ടുനിൽക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ജനപ്രതിനിധികൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സമയവും ഊർജ്ജവും നഷ്ടപ്പെടുത്തരുതെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം പൊന്നാനിയിൽ അസുഫ മീലാദ് സമ്മിറ്റിൽ സംസാരിക്കുകയായിരുന്നു കാന്തപുരം. 3 നാൾ നീണ്ടു നിൽക്കുന്ന പരിപാടിയിൽ സമസ്ത AP വിഭാഗം ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് മലിക്കുൽ മുളഫർ അവാർഡ് സമ്മാനിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ജനപ്രതിനിധികൾ കേവല രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് വേണ്ടി ആരോപണ പ്രത്യാരോപണങ്ങളിൽ മുഴുകി സമയവും ഊർജവും നഷ്ടപ്പെടുത്തുന്നത് നാടിന്റെ വികസന ചർച്ചകളെ വഴിമുടക്കുമെന്ന് കാന്തപുരം പറഞ്ഞു. ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തി. നൂറുകണക്കായ ആളുകളെ ഒരു ദിവസം കൊന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ പിഞ്ചു മക്കളെ പട്ടിണിക്കിട്ട് കൊല്ലുകയാണ്. അർഹമുർ-റഹീമായ അല്ലാഹു ആ യഹൂദികളെ ശർറിൽ നിന്ന് മുഅ്മിനീങ്ങളെ പരാജയത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി തരട്ടെ. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു വിജയം നൽകുമാറാവട്ടെ. അവാർഡ് തുകയായ 11 ലക്ഷം രൂപ പാവപ്പെട്ടവർക്ക് നൽകുമെന്ന് കാന്തപുരം അറിയിച്ചു. ജാഫർ സക്കാഫി കൈപ്പമംഗലത്തിന്റെ നേതൃത്വത്തിലാണ് മീലാദ് സമ്മിറ്റ് നടക്കുന്നത്. 24 തിരൂർ. ഇനി രാജ്യാന്തര വാർത്തകളിലേക്കാണ്. വാർത്താലോകം. ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ US-ഉമായി പുതിയ പ്രതിരോധ കരാർ ഒപ്പുവെക്കാൻ ഖത്തർ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ദോഹയിൽ നിന്നും അൻവർ പാലേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ സെപ്റ്റംബർ 9 ഖത്തറിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പലതരത്തിലുള്ള വാർത്തകളും മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് അറിയിച്ചുകൊണ്ടുള്ള പുതിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് അമേരിക്കയും ഖത്തറും തമ്മിൽ പുതിയ സുരക്ഷാ സഹകരണ കരാറിൽ ഒപ്പുവെക്കുന്നു എന്നുള്ള വിവരമാണ് മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. അദ്ദേഹം ഇന്നലെയാണ് ദോഹയിലെത്തിയത്. അതുപോലെ തന്നെ ഖത്തറിനെതിരെ ആക്രമണം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി വാഷിംഗ്ടൺ സന്ദർശിക്കുകയും ഖത്തറിന്റെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഒരു സമാശ്വാസം എന്ന രീതിയിലാണ് മാർക്കോ റൂബിയോ, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഖത്തറിലെത്തിയത്. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് അമേരിക്കയോ അല്ലെങ്കിൽ ഖത്തറോ നീങ്ങുന്നില്ല എന്നുള്ള സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. പകരം അമേരിക്കയും ഖത്തറും തമ്മിൽ പുതിയ ഒരു സൈനിക സഹകരണ സുരക്ഷാ സഹകരണ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിത് സംബന്ധിച്ച് ഏറ്റവും പുതിയതായി നൽകാനുള്ള വിവരം. ഇന്ത്യയും ഇറാനും സംയുക്തമായി വികസിപ്പിക്കുന്ന ഇറാനിലെ ചാബഹാർ തുറമുഖത്തിന് അമേരിക്ക നൽകിയിരിക്കുന്ന ഇളവുകൾ പിൻവലിച്ചതിന്റെ പ്രത്യാഘാതം വിലയിരുത്തി ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ച് താനാണെന്ന് ആവർത്തിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 11 രാജ്യാന്തര സംഘർഷങ്ങൾക്ക് മധ്യസ്ഥത വഹിച്ചുവെന്നും അവകാശവാദം. US ജനപ്രതിനിധി സഭയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി അംഗമായ ബൈറോൺ ഡൊണാൾഡ്സിന്റെ പോസ്റ്റ് പങ്കുവച്ചാണ് വീണ്ടും ഡൊണാൾഡ് ട്രംപ് അവകാശവാദം ഉന്നയിച്ചത്.
വിവാഹത്തോടനുബന്ധിച്ച് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 2 കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ ഭൂമി നൽകി മാതൃകയായിരിക്കുകയാണ്. വയനാട് മൂലങ്കാവ് വിളക്കുന്നേൽ സണ്ണിയാണ് മകൻ ആർജിത്തിന്റെ വിവാഹദിനത്തിൽ 5 സെന്റ് സ്ഥലം വീതം സൗജന്യമായി നൽകിയത്. തങ്ങളുടെ സന്തോഷത്തോടൊപ്പം 2 കുടുംബങ്ങളെ കൂടി ജീവിതത്തോട് ചേർത്ത് നിർത്താൻ കഴിഞ്ഞ നിറവിലാണ് സണ്ണിയും കുടുംബവും. ഇതൊരു നല്ല വാർത്ത. സണ്ണി വിളക്കുന്നേലിന്റെയും കുടുംബത്തിന്റെയും കരുണയിൽ 2 കുടുംബങ്ങൾക്ക് തണലൊരുങ്ങും. 5 സെന്റ് സ്ഥലം വീതമാണ് മകൻ ആർജിത്തിന്റെയും നീനുവിന്റെയും വിവാഹത്തോടനുബന്ധിച്ച് രജിസ്റ്റർ ചെയ്ത് നൽകിയത്. മൂലങ്കാവ് സെന്റ് ജൂഡ് പള്ളിയിൽ നടന്ന വിവാഹകർമ്മത്തിൽ 2 കുടുംബങ്ങൾക്കുമുള്ള ഭൂമിയുടെ രജിസ്റ്റർ ചെയ്ത രേഖകൾ കൈമാറി. വളരെ ബുദ്ധിമുട്ടുന്ന 2 കുടുംബങ്ങൾ 5 സെന്റ് സ്ഥലം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന, അവർക്ക് വീട് കിടക്കാനോ ഒന്നുമില്ല. അവർക്ക് 5 സെന്റ് സ്ഥലം വീതം ഞാൻ വാങ്ങിച്ചു. അത് അവർക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയും ഇതില് ഞങ്ങൾ 5 സെന്റ് സ്ഥലം വീതം അടുത്തടുത്താണ് വാങ്ങിച്ചു കൊടുത്തേക്കുന്നത്. അതിനകത്ത് റോട്ടറി ചിറ്റിലപ്പള്ളി സ്വപ്ന ഭവനത്തിൽ കൂടി അവർക്ക് ഈ വർഷം തന്നെ 450 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് 3 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ചു കൊടുക്കും. വിവാഹ ദിനങ്ങളിൽ പല രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ പലരും ചെയ്തിട്ടുണ്ടെങ്കിലും സണ്ണിയും കുടുംബവും അഭിനന്ദനം അർഹിക്കുന്നു. നൽകിയ ഭൂമിയിൽ സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ വീട് വെച്ച് നൽകുമെന്ന് സണ്ണി വ്യക്തമാക്കി. 24 വയനാട്. പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ചെൽസി ഗ്ലാമർ പോരാട്ടം. നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂളിനും മത്സരമുണ്ട്. സ്പാനിഷ് ലീഗിൽ വിജയക്കുതിപ്പ് തുടരാൻ റയൽ മാഡ്രിഡും കളത്തിലെത്തും. പടം വാരിയെറിഞ്ഞിട്ടും ഇത്തവണയും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്ലച്ച് പിടിക്കുന്നില്ല. 4 മത്സരങ്ങളിൽ 2 തോറ്റ 4 പോയിന്റുമായി പ്രീമിയർ ലീഗിൽ 14ാം സ്ഥാനത്താണ് മുൻ ചാമ്പ്യന്മാർ. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഏറ്റവും മോശം കോച്ചെന്ന നാണക്കേടിന്റെ പടുകുഴിയിലാണ് റൂബൻ അമോറിം. വെറും 36.17 ആണ് അമോറിമിന്റെ വിജയശതമാനം. കളിക്കാരടക്കം തള്ളിപ്പറഞ്ഞെന്ന റിപ്പോർട്ടുകൾ വരുന്നതിനിടെ അമോറിമിന്റെ വാട്ടർലൂ ആകും ചെൽസിക്കെതിരായ മത്സരം. അതേസമയം പ്രീമിയർ ലീഗിൽ തോൽവിയറിയാത്ത 3 ടീമുകളിലൊന്നാണ് ചെൽസി. 4 മത്സരങ്ങളിൽ 2 വീതം ജയവും സമനിലയും. കളി യുണൈറ്റഡിന്റെ മൈതാനമായ ഓൾഡ് ട്രാഫോർഡിലാണെങ്കിലും നീലപ്പടയ്ക്ക് തന്നെയാണ് മുൻതൂക്കം. രാത്രി 10 മണിക്കാണ് ഈ മത്സരം. വിജയക്കുതിപ്പ് തുടരാനിറങ്ങുന്ന നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂൾ വൈകിട്ട് 5-ന് എവർട്ടനെ നേരിടും. 4-ൽ 4 മത്സരങ്ങളും ജയിച്ച കിരീടം നിലനിർത്താനുള്ള പോരാട്ടത്തിൽ തലപ്പത്തുണ്ട് ചെമ്പട. മുഹമ്മദ് സലായും ഇസാക്കും ഫ്ലോറിയൻ വിറ്റ്സും അടങ്ങുന്ന ലിവർപൂളിനെ തടയുക എവർട്ടന് ഒട്ടും എളുപ്പമാകില്ല. സ്പാനിഷ് ലീഗിൽ തുടർച്ചയായ 5ാം ജയത്തോടെ പോയിന്റ് പട്ടികയിലെ ലീഡ് ഉയർത്തുകയാണ് റയൽ മാഡ്രിഡിന്റെ ലക്ഷ്യം. രാത്രി 7:45 നടക്കുന്ന മത്സരത്തിൽ എസ്പാനിയോളാണ് റയലിന്റെ എതിരാളികൾ. സ്പോർട്സ് ഡെസ്ക് 24. തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിൽ പോലീസ് ട്രെയിനി ആനന്ദ് തൂങ്ങി മരിച്ച കേസിൽ പോലീസ് റിപ്പോർട്ട് തള്ളി കുടുംബം. ക്യാമ്പിൽ ജാതി പീഡനവും ശാരീരിക പീഡനവും നടന്നിട്ടില്ലെന്നും ആനന്ദ് വിഷാദ രോഗത്തിന് അടിമയായിരുന്നുവെന്നുമാണ് പേരൂർക്കട പോലീസിന്റെ റിപ്പോർട്ട്. ക്യാമ്പിൽ വീഴ്ചയുണ്ടായോ എന്നതിൽ ബറ്റാലിയൻ DIG അരുൾ B കൃഷ്ണയുടെ മേൽനോട്ടത്തിൽ വനിതാ ബറ്റാലിയൻ കമാൻഡ് അന്വേഷിക്കും. റിനു ശ്രീധർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. റിനു, ഇതുമായി ബന്ധപ്പെട്ട് ചില ഗുരുതരമായ ആക്ഷേപങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. കുടുംബം എന്താണ് പുതുതായി വിശദീകരിക്കുന്നത്? പോലീസ് റിപ്പോർട്ടിനെ തള്ളിക്കൊണ്ട് റിനു. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, രജിത. എന്തായാലും പേരൂർക്കട SAP ക്യാമ്പിൽ പോലീസ് ട്രെയിനി ആയിട്ടുള്ള ഉഴമലക്കൽ സ്വദേശി ആനന്ദ് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് പോലീസിനെതിരെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് അന്ന് തന്നെ ഈ ആനന്ദിന്റെ കുടുംബം രംഗത്ത് വന്നിരുന്നു. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി നൽകുകയും ചെയ്തു. പോലീസിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ആനന്ദ് വിഷാദ രോഗത്തിന് അടിമയായിരുന്നു. ഒരു തരത്തിലും ഒരു പീഡനവും ക്യാമ്പിൽ അല്ലെങ്കിൽ ജാതിയുമായിട്ടുള്ള അധിക്ഷേപങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ കുടുംബം ആരോപിക്കുന്നത് നിരന്തരം ജാതീയ അധിക്ഷേപത്തിനും അതുപോലെ തന്നെ പീഡനങ്ങൾക്കും ഇരയായിരുന്നു ആനന്ദ് എന്നുള്ളതാണ്. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളാണ് ആനന്ദ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള അധിക്ഷേപം നേരിട്ടിരുന്നു എന്നുള്ളതാണ്. പക്ഷേ പോലീസിന്റെ റിപ്പോർട്ടിൽ അതില്ല. പക്ഷേ കുടുംബം അത് ആരോപിച്ച രംഗത്തുണ്ട്. അന്ന് തന്നെ ഇത് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ഞരമ്പറുത്ത ആത്മഹത്യക്ക് ശ്രമിച്ച ആനന്ദാണ് 2 ദിവസത്തിന് ശേഷം ഈ ക്യാമ്പിൽ തന്നെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്തായാലും നിലവിൽ ADGP S ശ്രീജിത്ത് അന്വേഷണത്തിന് ഉത്തരവ് ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വനിതാ ബറ്റാലിയൻ ADGP അന്വേഷിക്കുമെന്നും DIG അരുൾ B കൃഷ്ണയുടെ മേൽനോട്ടത്തിലായിരിക്കും അന്വേഷണം എന്നുള്ളൊരു വിവരവും നമുക്ക് ലഭ്യമാകുന്നു. എന്തായാലും കുടുംബം ഉറച്ചു നിൽക്കുന്നുണ്ട്. തന്റെ മകൻ പീഡനത്തിനും അധിക്ഷേപത്തിനും ഇരയായി എന്നുള്ള അത്തരത്തിലുള്ളൊരു അന്വേഷണമാകും നിലവിൽ ഇനി ഉണ്ടാവുക. ശരി, റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മോർണിംഗ് ന്യൂസിന് സമയം പൂർണ്ണമാവുകയാണ്.